കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ 4 ഇന്ത്യൻ താരങ്ങൾ ഇപ്പോൾ എവിടെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി ലാൽ റുത്താരയാണ്. ISL 2017-18 സീസൺ മുതൽ 20-21 സീസൺ വരെ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്ന താരമായിരുന്നു ലാൽ റുത്താര. താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൊത്തത്തിൽ 37 മത്സരങ്ങൾ ISL കളിച്ചിട്ടുണ്ട്. താരത്തിന്റെ ഫുട്ബോൾ കരിയറിൽ താരം ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചിട്ടുള്ള ക്ലബ്ബും കേരള ബ്ലാസ്റ്റേഴ്സ് FC ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ലെഫ്റ്റ് ബാക്ക് തന്നെയായിരുന്നു ലാൽ റുത്താര. നിലവിൽ താരം I-ലീഗ് ക്ലബ്ബായിട്ടുള്ള ഐസ്വാൾ എഫ്സിക്ക് വേണ്ടിയാണ് പന്ത് കെട്ടുന്നത്. ക്ലബിന് വേണ്ടി 31 മത്സരങ്ങൾ താരം കളിച്ചു കഴിഞ്ഞു. അടുത്തതായി ജാക്കിച്ചൻ സിംഗ് ആണ്. 2017-18 ISL സീസണിന് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സ് എത്തിച്ച താരമായിരുന്നു ജാക്കിച്ചൻ സിംഗ്. താരം ഒരു വിങ്ങർ റോളറായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. 17 മത്സരങ്ങൾ കളിച്ച താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 3 അസിസ്റ്റുകളും 2 ഗോളുകളും ആ സീസണിൽ സ്വന്തമാക്കിയിരുന്നു. ആ സീസണിന് ശേഷം താരം ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ് ചെയ്തത്. നിലവിൽ താരം I-ലീഗ് 2 ക്ലബ്ബായിട്ടുള്ള നെറോക്ക എഫ്സിക്ക് വേണ്ടിയാണ് പന്ത് കെട്ടുന്നത്. നെറോക്ക എഫ്സിക്ക് വേണ്ടി താരം വെറും 1 മത്സരം മാത്രമാണ് കളിച്ചിട്ടുള്ളത്. അടുത്തതായി മിലൻ സിംഗ് ആണ്. താരം 2017-18 സീസണിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത്. മിഡ്ഫീൽഡറായിരുന്ന താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 15 മത്സരങ്ങൾ ആ സീസണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സീസണിന് ശേഷം മിലൻ സിംഗ് ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ് ചെയ്തത്. നിലവിൽ താരം ഒരു ക്ലബിന് വേണ്ടി പന്ത് കിട്ടുന്നില്ല. താരം അവസാനമായിട്ട് കളിച്ച ക്ലബ്ബ് മുഹമ്മദീൻ FC ആണ്. അടുത്തതായി ദീപേന്ദർ സിംഗ് നേഗിയാണ്. ഈ താരവും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 17-18 ISL സീസണിലായിരുന്നു പന്ത് കിട്ടിയിരുന്നത്. അന്ന് ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരുന്നു നേഗി. ആ സീസണിൽ വെറും 3 മത്സരമാണ് താരത്തിന് കളിക്കാൻ സാധിച്ചിരുന്നത്. 3 മത്സരങ്ങളിൽ നിന്ന് 1 ഗോൾ താരം അന്ന് നേടിയിട്ടുണ്ടായിരുന്നു. ആ സീസണിൽ താരത്തിന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ താരം ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ്. ആ സീസണിൽ 2ാം പകുതിയിലായിരുന്നു താരത്തെ മത്സരത്തിന് ഇറക്കിയത്. താരം ഇറങ്ങിയ 2ാം മിനിറ്റിൽ തന്നെ താരം ഗോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കണ്ടെത്തിയിരുന്നു. പിന്നീട് താരത്തിന് വലിയ അവസരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. നിലവിൽ താരം ജയ്പൂർ ഇലൈറ്റ് FCക്ക് വേണ്ടിയാണ് പന്ത് കിട്ടുന്നത്. പക്ഷേ താരം ക്ലബിന് വേണ്ടി 1 മത്സരങ്ങൾ പോലും ഇതേവരെ കളിച്ചിട്ടില്ല.